ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ തലസ്ഥാനത്തേക്ക് വണ്ടി കയറാൻ പോവുകയാണ് ഗൈസ്. ഗവൺമെൻറ് ജോലി എൻ്റെയും ഒരു സ്വപ്നമായതുകൊണ്ട് അതിലേക്കൊരു കാൽവെപ്പെന്ന രീതിയിൽ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പോവാണ് ഗൈസ്. ബാക്കിയെല്ലാം ഈശ്വരൻ്റെ കയ്യിലാണ്. എന്തായാലും തിരുവനന്തപുരമാണ് എനിക്ക് എക്സാം സെൻറ്റർ കിട്ടിയത്. എനിക്ക് വലിയതുറയിലായിരുന്നു എക്സാം സെൻറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബീച്ചിന് തൊട്ടടുത്താണ്. അപ്പോൾ ഞാൻ അകത്ത് എക്സാം എഴുതിക്കൊണ്ടിരുന്നപ്പോൾ കാശി പുറത്ത് അടിച്ചു പൊളിക്കുകയായിരുന്നു. പുള്ളി ആദ്യമായിട്ടായിരുന്നു ഈ തോണിയൊക്കെ കാണുന്നത്. അപ്പോൾ തോണിയിലൊക്കെ കയറാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതൊക്കെ കണ്ടു ബീച്ചിലൊക്കെ കറങ്ങിയടിച്ച് നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. എനിക്ക് എക്സാം എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ആകെ ഒരു ടെൻഷൻ, ആൾ ഓക്കെ ആയിരിക്കുമോ, കരയുമോ, അങ്ങനെയുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആൾ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. ബീച്ചിലൊക്കെ കറങ്ങി നടന്ന് എല്ലാം കാഴ്ചകളൊക്കെ കണ്ട ആൾ ഹാപ്പിയായിരുന്നു. നമ്മൾ തിരുവനന്തപുരം ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രം ഒന്ന് കാണുന്നുണ്ടായിരുന്നു, തൊഴണമെന്നുണ്ടായിരുന്നു. അപ്പോൾ തൊഴൽ നടന്നില്ല. അപ്പോൾ നമ്മൾ പുറത്ത് നിന്നൊക്കെ തൊഴുതു. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. കാശിക്ക് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ആൾ കുറേ രീതിയിൽ പോസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ക്ഷേത്രക്കുളത്തിലെ മീനുകൾക്ക് പൊരി വാങ്ങിച്ചിട്ട് കൊടുത്തു നമ്മൾ. നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് തന്നെ 1-2 മീൻ വന്നിട്ട് പൊരി കൊത്തി എടുത്തിട്ട് പോയി. പിന്നെ ആ പരിസരമൊക്കെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് കറങ്ങി. കാശിക്ക് എന്തൊക്കെയോ ടോയ്സൊക്കെ വാങ്ങി. പിന്നെ ആൾക്ക് കുളത്തിൻ്റെ അടുത്തുനിന്ന് പോരാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. മീനിനെ കണ്ടിട്ടേ, മീൻ 1-2 പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും മീൻ വരുമെന്നും പറഞ്ഞ് കുറേ നേരം ആൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് മടങ്ങി. തിരികെ നമ്മൾ ട്രെയിനിനാണ് പോകുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. കാശി ആദ്യമായിട്ടാണ് കേട്ടോ ട്രെയിൻ ഇത്രയും അടുത്ത് കാണുന്നതും ട്രെയിനിൽ ട്രാവൽ ചെയ്യണതും. അപ്പോൾ ട്രെയിൻ ഓരോന്ന് വരിക, കുറച്ച് സമയം കഴിഞ്ഞ് പോവുക, പിന്നെയും വരിക. അപ്പോൾ ആദ്യമൊക്കെ ആളിങ്ങനെ കുറേ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മുടെ ട്രെയിനാണെങ്കിൽ 1/4 മണിക്കൂർ ലേറ്റും ആയിരുന്നു. അപ്പോൾ കാശി കുറേ സമയം കഴിഞ്ഞിട്ട് നമ്മൾ ട്രെയിനിൽ കയറാത്തതുകൊണ്ട് ആൾ ഭയങ്കര ദേഷ്യമായി, കരച്ചിലായി. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഫോണൊക്കെ തട്ടി മാറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു സമാധാനിപ്പിക്കാൻ നോക്കിയിട്ട് ആൾ സമ്മതിക്കണില്ലായിരുന്നു. പിന്നെ അവസാനം ട്രെയിൻ വന്നു, ഞങ്ങൾ കയറി. അപ്പോൾ കണ്ടുകൊണ്ടിരുന്ന അത്ര സുഖമല്ലായിരുന്നു കേട്ടോ ട്രാവലിങ്. കാരണം കാശി ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ ആൾ കുറച്ച് ടയേർഡായിരുന്നു, ഉറങ്ങി. പിന്നെ അങ്ങോട്ട് സ്റ്റേഷൻ എത്തണ വരെ ഉറക്കമായിരുന്നു. നല്ല തിരക്കായിരുന്നു, കാരണം എക്സാം എഴുതാൻ വന്നവരുടെ തിരക്കായിരുന്നു. അങ്ങനെ രാത്രി ഒരു 10:30 തന്നെ ഞങ്ങളുടെ സ്റ്റേഷനെത്തി. ചേർത്തലയായിരുന്നു ഞങ്ങളുടെ സ്റ്റോപ്പ്. ചേർത്തല ടു തിരുവനന്തപുരം. കാശി ടയേർഡ്